രഞ്ജിത്ത് സംവിധാനം ചെയ്ത് 2003 പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് മിഴി രണ്ടിലും. ദിലീപ്, കാവ്യ മാധവൻ, ഇന്ദ്രജിത്ത്, ജഗതി ശ്രീകുമാർ, സുകുമാരി, രേവതി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രം നരേന്ദ്രപ്രസാദ് അഭിനയിച്ച അവസാന ചിത്രവുമാണ്. ചിത്രത്തിലും ചിത്രത്തിന്റെ ഗാനങ്ങൾക്കും ഇന്നും ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ മലയാളികൾക്കിടയിലുണ്ട്. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ ആലപിച്ച ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് രവീന്ദ്രൻ മാസ്റ്ററാണ്. ശരത് വയലാറിന്റെ വരികളോട് ഇന്നും അടങ്ങാത്ത ഇഷ്ടമാണ് പ്രേക്ഷകർക്ക്. മാനത്തായി മുകിലകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമലയും ഒരു മാനത്തായി മുകിലകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമലയും ഒരു മാംഗല്യം. ഒരു നഴ്സായ ഭദ്ര, വിധവയായ അമ്മ, മുത്തശ്ശി, മെഡിക്കൽ സ്റ്റുഡന്റായ സഹോദരി ഭാമ എന്നിവരോടൊപ്പമാണ് താമസിക്കുന്നത്. ഭദ്രയുടെ മൂത്ത സഹോദരൻ അച്യുതൻകുട്ടി ഒരു രാഷ്ട്രീയക്കാരനാണ്. ഭദ്ര കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടർ അരുൺകുമാറുമായി പ്രണയത്തിലാകുന്നു. പക്ഷെ ഡോക്ടർ അരുണിന്റെ അച്ഛൻ മുസ്ലിമും അമ്മ ഒരു ഹിന്ദുവുമായതിനാൽ അച്യുതൻകുട്ടി ബന്ധം തകർക്കാൻ ശ്രമിക്കുന്നു. അതേസമയം അച്യുതൻകുട്ടിക്ക് ബിസിനസ്സുകാരനും പണമിടപാടുകാരനുമായ കൃഷ്ണകുമാറിനെ നേരിടേണ്ടി വരുന്നു. കൃഷ്ണകുമാർ അച്യുതൻകുട്ടിയുടെ കുടുംബ വീട് വിൽക്കുന്നതിനായി പ്രേരിപ്പിക്കുന്നു. മാതാപിതാക്കളുടെ മരണശേഷം തളർന്നുപോയ കൃഷ്ണകുമാറിന്റെ സഹോദരി ശ്രീദേവിയെ ഭദ്ര കണ്ടുമുട്ടുന്നു. ഇതേ സമയം കൃഷ്ണകുമാർ ഭദ്രയെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഡോക്ടർ അരുണിന്റെ ആത്മഹത്യ ഭദ്രയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. മാനസികമായി തളർന്ന ഭദ്രയെ സംരക്ഷിക്കാൻ കൃഷ്ണകുമാർ തീരുമാനമെടുക്കുന്നു. പിന്നീട് ഭദ്രയ്ക്ക് സമ്മതമാണെങ്കിൽ വിവാഹം കഴിക്കാം. ഇതാണ് സിനിമയുടെ കഥാപശ്ചാത്തലം. ചിത്രത്തിൽ കാവ്യ ഇരട്ടവേഷത്തിലാണ് അഭിനയിച്ചിരിക്കുന്നത്. ഏറ്റവും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡും ഈ ചിത്രത്തിലൂടെ കാവ്യ മാധവൻ സ്വന്തമാക്കി. ഭദ്ര, ഭാമ എന്നീ കഥാപാത്രങ്ങളാണ് കാവ്യ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മാനത്തായി മുകിലകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമലയും ഒരു മാനത്തായി മുകിലകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമലയും ഒരു മാംഗല്യം.